ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിലുള്ള 3 നക്ഷത്രങ്ങൾ വിശാഖം 4-ാം പാദം, അനിഴം എല്ലാ പാദങ്ങളും, തൃക്കേട്ട എല്ലാ പാദങ്ങളും. 2025-2026 കാലഘട്ടം എന്ന് പറയുന്നത് വൃശ്ചിക രാശിക്ക് ഒരു 40% അനുകൂലവും ഒരു 60% പ്രതികൂലവുമാണ്. ശനി നിങ്ങളുടെ 4-ാം ഭാവം, അതായത് അർദ്ധാഷ്ടമ ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2-2.5 വർഷക്കാലം നിങ്ങളിൽ പലർക്കും ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലൈസ് ആവുക, അല്ലെങ്കിൽ ബോൺസുമായിട്ട്, എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, നിങ്ങൾക്ക് ലിവറുമായിട്ട് പ്രശ്നങ്ങൾ വരിക, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ച് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ വൃശ്ചിക രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ 8-ാമത്തെ ഭാവമായതുകൊണ്ട്, ശനി എന്ന് പറയുന്നത് 8-ാമത്തെ നമ്പറെ കുറിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളില്ലാതെ കണ്ണിന് വന്നത് പുരികത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ എല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നു കാണും. ഈ സമയം ആണ് ശനി ഇപ്പം 5-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യം വളരെയധികം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ ചില പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ സാധ്യതയുണ്ട്. അതും ഇപ്പോൾ മാറുന്നതാണ്. പക്ഷേ ഈ സമയത്ത് ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങളുടെ 8-ാം ഭാവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. എന്താണ് 8-ാം ഭാവം? 8-ാം ഭാവം എന്ന് പറയുന്നത് ആയുസ്സിനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഗുരു അവിടെ വന്നതിനാൽ നിങ്ങളുടെ ആയുസ്സിന് നല്ല അനുകൂലമാണ്. അതേസമയം ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ 12-ാം ഭാവത്തിലും 4-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലുമാണ്. 12-ാം ഭാവത്തിലാണ് മെയിനായിട്ട് ദൃഷ്ടി വരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ശനിയുടെ ദൃഷ്ടി 2-ാം ഭാവത്തിലായതിനാൽ നിങ്ങളുടെ വരവും ചെലവും ഒരുപോലെ ഇരിക്കും. അതായത് സേവ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കാലഘട്ടത്തിൽ. അതേസമയം നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കുക, വാഹനം മാറ്റി വാങ്ങിക്കുക, ഇതൊക്കെ സാധ്യതയുണ്ട്. രാഹു 4-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗുരുവിന്റെ ദൃഷ്ടിയും 4-ാം ഭാവത്തിൽ വീഴുന്നതിനാൽ ഇത് കുറച്ച് നല്ല അനുകൂല സമയമാണ്. നിങ്ങളുടെ അമ്മയുടെ, മാതാവിൻ്റെ ആരോഗ്യം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. രാഹു 4-ാം ഭാവത്തിൽ വന്നതിനാൽ. കേതു നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. അത് നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് നീങ്ങണം എന്നാണ് കാണിക്കുന്നത്. ആധ്യാത്മികപരമായി നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഈ 60% പ്രതികൂലമാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗുരു കുറച്ച് മറഞ്ഞ ദിശയിലായതുകൊണ്ടും നിങ്ങളുടെ വരുമാനം കുറച്ച് അഫക്റ്റായി നിങ്ങളുടെ ചെലവുകൾ കൂടുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇങ്ങനെ വരുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഉദ്യോഗ സ്ഥലത്തായാലും നിങ്ങളുടെ ചെലവുകൾ നല്ല ചെലവുകളാക്കി മാറ്റുക, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടത്തുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം സുഗമമായിട്ട് മുന്നോട്ട് തള്ളി നീക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ ശക്തി. ഇനിയും പലതരം വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും അധികം ആവശ്യമുണ്ട്. ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോകളും നിങ്ങളെ വന്ന് ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ജനന സമയവും തീയതിയും സ്ഥലവും അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതക രീതിയാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ നിങ്ങളുടെ ജനന ജാതകം വെച്ച് നിങ്ങൾക്ക് ഞാൻ തരാൻ ശ്രമിക്കുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.